ഹലോ ഗെയ്സ്, ഞങ്ങൾക്ക് സ്ഥലം കുറവായതുകൊണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഈ ഫ്രൂട്ട്സിൻ്റെ പെട്ടിയാണിത് ഈ കാണുന്നത്. അതിനകത്ത് കറി വെക്കാൻ വാങ്ങിച്ച ഒരു കാച്ചിലിൻ്റെ ചെറിയൊരു കഷ്ണം ഞാനൊന്ന് നട്ടു വെച്ചായിരുന്നു. അത് നമുക്കൊന്ന് കിളച്ച് നോക്കാം അത് എത്രത്തോളം ഉണ്ടെന്ന്. ഇപ്പം കിളച്ച് നോക്കുവാണ്. കാച്ചിലും ചേനയും ചേമ്പും എല്ലാവർക്കും ഇഷ്ടമല്ലയോ? നമുക്ക് പുഴുങ്ങി ഉണ്ടമുളകും കാന്താരി മുളകൊക്കെ ആയിട്ട് ഉടച്ച് തിന്നാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാനൊന്നൊരു ചെറിയൊരു പീസ് കൊണ്ടുവന്ന് വെച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലേ, ഇത്രയും വലിപ്പത്തിൽ എനിക്കത് കിട്ടി. സ്ഥലമില്ലാത്തവർ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ അതിനകത്ത് ഒരു കിഴങ്ങ് നട്ടിട്ടുണ്ട്, ഇഞ്ചി നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കാച്ചിൽ കളച്ചെടുത്ത്. ഇനി നമുക്ക് ചേന കളച്ചെടുക്കുന്നതും കൂടെ ഒന്ന് കാണിക്കാം. ചേന നോക്കുവാണ്, എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. വലുതാണോ ചെറുതാണോ എന്നൊന്നും അറിയത്തില്ല. കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കി. ഇപ്പോൾ കാച്ചിൽ കളച്ചെടുത്തത് നിങ്ങൾ കണ്ടല്ലേ. വളമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന തേയിലക്കൊന്തും ചാമ്പലും ഒക്കെ ഇട്ട് കൊടുത്തതാണ് വളം. പെട്ടി പൊട്ടിച്ച് എടുക്കാൻ പറ്റത്തോളം തോന്നുന്നു. ഉണ്ട്, നമുക്ക് ഏകദേശം ഇതൊരു നല്ലൊരു ചേന ഉണ്ട്. 2 കിലോ കൂടുതൽ കാണും. നമുക്ക് അത്യാവശ്യം ഒരു 3-4 പേർക്ക് പുഴുങ്ങി കഴിച്ചുകൂടെ? നമുക്ക് അത്യാവശ്യം അവിയൽ വെക്കാം, പുഴുങ്ങാം, സാമ്പാറിലിടാം. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇങ്ങനെ പെട്ടി, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പെട്ടി അടുത്ത് കടയിലെങ്ങാനും കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് അതിൽ നട്ട് വെച്ചാൽ മതി. ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലൊരു ചേനയുമായി 2-3 കിലോ കിട്ടും. 1 കിലോ നമ്മൾ കടയിലാണെങ്കിൽ 50 രൂപ കൊടുത്തല്ലേ വാങ്ങിക്കണ്ടേ. നമുക്കിങ്ങനെ പെട്ടി ഉണ്ടെങ്കിൽ നട്ട് വെക്കാം. അതുകൊണ്ട് ഈ ഒരു പെട്ടിയിൽ ഞാൻ നനകിഴങ്ങാണ്. അത് നനകിഴങ്ങ് കിളച്ചാൽ ചിലപ്പോൾ കാണുമല്ലോ എന്ന് അറിയത്തില്ല. ആ ഒരു പെട്ടിയിൽ നനകിഴങ്ങ് ആണ്ട് ആ ഒരു ഇതിൽ മത്ത നട്ടുവിട്ടുള്ളതാണ്. മത്ത പടന്ന് കാകളൊക്കെ ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട്. പക്ഷേ നല്ലപോലെ പിടിക്കുന്നു. അത് നണിയായി കിട്ടുന്നില്ല. ഇത്രച്ചും കായ ആകുമ്പോഴത്തേക്ക് പൊഴിഞ്ഞു പോകുന്നു. എന്താ കാരണമെന്ന് അറിയത്തില്ല. പൊഴിയുന്ന കാരണം എന്താണെന്ന് കമൻറ്റ് ഇടണേ. നിങ്ങൾ വേണ്ട ഈ ഒരു പെട്ടിയിൽ ഇഞ്ചി വേണ്ട, അത്യാവശ്യം കാച്ചിൽ ഇത്രയുണ്ട്, ചേന ഇത്രയുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. മലക്കറി പെട്ടി കിട്ടുവാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.